ഇത് അതീവ ഗുരുതരമാണെന്ന് 3 തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല? ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല? മീഡിയ കവറേജ് കൊടുക്കുന്നത് ഈ അച്ചീവ്മെന്റ് വിഷയത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആ സീൻ ഹെൽമെറ്റ് വെച്ചിട്ട് അതിലെ പ്രതി കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വന്നപ്പോ ഈ നിൽക്കുന്ന പാവം ക്യാമറ സംഘമെല്ലാം തന്നെ അതിന് പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു അല്ലെ? ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ആവർത്തിച്ച് വായിക്കണം. എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലേക്ക് ഒരു ചാനൽ ഒഴികെ ബാക്കിയെല്ലാ ചാനലുകളും തന്നെയും ബഹിഷ്കരിച്ചു കളഞ്ഞ ഒരു മാധ്യമ വിശാരദനുണ്ടല്ലോ, നിരീക്ഷക ബുദ്ധിജീവി. പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവ്വം. ആ പേര് പറഞ്ഞെന്റെ നാവ് അശുദ്ധാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് താളെ കിട്ടും ഇത്രയും പറഞ്ഞപ്പോ തന്നെ. തുമ്പിലും തുരുമ്പിലും ജാതി പറയുന്ന ഒരാൾ, ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി, അറിയാലോ. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാനിടയായി. അതുപോലെ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകുന്ന ഉച്ചയ്ക്ക് ശേഷം, അതിനുശേഷമാണ് മാധ്യമങ്ങളെ കാണണം എന്ന് തന്നെ തീരുമാനിച്ചത്. ആ മഹാനുഭാവൻ പറയാൻ ഇങ്ങനെ പറഞ്ഞത് നന്നായി. ബാലുശ്ശേരി MLA അയാളെ ഇറങ്ങി എടാ ദാസ് മോനെ എന്ന് പറഞ്ഞ് അയാളുടെ അതായത് ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന ഇരവാദം സച്ചിന്റെ ഉയർത്താത്തത് നന്നായി. എങ്കിൽ ഈ പാവം 175 രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാവം KSRTC ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ. ഇത് പറയാൻ എന്താ അദ്ദേഹം പറയുന്ന അർത്ഥം? കേരളത്തിലെ ദളിതരായ മനുഷ്യരില്ല. എന്നിട്ട് പറയാൻ ഒരു പേരോട് കൂട്ടിച്ചേർക്കുന്നുണ്ടല്ലോ, ശ്രീനിജന്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിൻ ദേവ് അത് പറയാതിരുന്നത് നന്നായി. എന്ത് പറയണ ബോധത്തിന്റെ നെറുകയിൽ നിന്നാണ് അയാൾ പറയുന്നത്? ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ? എന്തേ കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ്, അപങ്കീയാണെന്ന് തോന്നിയില്ല? ഇത് അരുതാത്തതാണ്, ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്തേ തോന്നുന്നില്ല? എന്ത് വിവരക്കേട് വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ? അങ്ങനെയുള്ളവരെയാണല്ലോ വൈകുന്നേരം ആകുമ്പോ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത്. ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ചു കളഞ്ഞ ആളെയാണ് ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങ് കൊടുത്ത് പറയുന്നത്. എന്താ പറയുന്നത്? എന്താ തുപ്പുന്നത്? എന്താ വിസർജിക്കുന്നത്? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്തേ ബാലുശ്ശേരി MLAക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമില്ലേ? അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ്. എന്ത് അസത്യവും വിളിച്ചു പറയാം. ഇപ്പൊ ഏത് തരംതാണ രീതിയിലും ഇടതുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന വനിതകളെ, യുവാക്കളെ, യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി, ആൾക്കൂട്ടാക്രമണം സൈബർ ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം. ഇങ്ങനെ കുറെ പേര് വട്ടം ചുറ്റിരുന്ന് പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണയൊന്നും ഒരാൾക്കും വേണ്ട. അത് ഒരു മാധ്യമത്തിനും വേണ്ട, ഒരു മാധ്യമ വിശാരദനും വേണ്ട. ഈ സൈബർ ലിഞ്ചിങ്ങിന് വേണ്ടി ചെലവും കൊടുത്ത ആളുകളെ പോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടുന്നു. അവർ പതറിപ്പോകത്തൊന്നുമില്ല. അവർക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന നിശ്ചയമായ ധാരണ അവർക്കുണ്ട്. അത് ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയേ വേണ്ട. ആര്യയുടെ കാര്യം എന്താ? ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യം ഈ പറഞ്ഞതിന്റെ ബാക്കി എന്താ? പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യഭാഷ കാണിച്ചു, അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ് അല്ലെ? കള്ളി നേര വ്യാജ പ്രതിരോധം തീർക്കുകയാണ്. ഈ സംഭവത്തിന്റെ ആദ്യ മണിക്കൂറുകൾ ഇടപെട്ട ആളാണ് ഞാൻ. ഒരു വിവാദമായിട്ടില്ല. അർദ്ധരാത്രിയിൽ ആരെയോട് സംസാരിച്ച ആളാണ് ഈ വിഷയത്തിൽ. എനിക്കപ്പോഴറിയാം അവളുടെ മെന്റൽ ട്രോമ. ആ നിമിഷം, ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്നെ പറയുന്നുണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യഭാഷയെ കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നുണ്ട്. ഇനി പോട്ടെ, ഞാൻ ഈ പറയുന്നതിനെ മാറ്റിവെക്ക്. നിങ്ങൾ പരസ്യപ്പെടുത്തിയ, നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോയിൽ അവരാദ്യമേ പറയുന്നില്ലേ അവരുടെ സഹോദരനും ഇയാൾ എന്താ ആകെ കാണിച്ചതെന്ന് ചോദിക്കുന്നില്ലേ? 3 പുറത്തു വന്ന
അവരും ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം. ആ സംഭാഷണത്തിൽ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താ അങ്ങനെ കാണിച്ചത്? ഈ കൂട്ടത്തിൽ 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുമോ? അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല, അതാരും കണ്ടിട്ടില്ല. തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട്, വീഡിയോ വിഷ്വൽസ് ഉണ്ട്, സാക്ഷികളുണ്ട്. ആദ്യത്തതിന് ഈ പറയുന്ന 2 പെൺകുട്ടികൾ, നിങ്ങൾ ഒരാളെ മാത്രമാണല്ലോ പറയുന്നത്, മേയർ ആര്യ മാത്രമല്ലല്ലോ, വേറൊരു സ്ത്രീ കൂടി ആ പിക്ചറിലുണ്ടല്ലോ, വേറൊരു സ്ത്രീ കൂടി വ്യക്തിമാണല്ലോ. അവർക്കൊരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ, ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ. അവളുടെ ഭർത്താവിന്റെ ഭാര്യ, സോറി സഹോദരന്റെ ഭാര്യയാണല്ലോ, അതൊരു സ്ത്രീയല്ലേ? ഇത് അവരുടെ കാര്യം നിങ്ങൾ കാണാത്തെ? അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയാം. ഇത് വാദിച്ച് ജയിക്കാൻ സ്ക്രീനിൽ പിന്നീട് വന്ന് വാദിക്കുന്നതല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞാൽ നിങ്ങളിവിടെ ഞാൻ വെറുതെ പറയുന്നത് കരുതിക്കോ. ആ വീഡിയോയിൽ ഇവർ പറയുന്നില്ലേ, ഇവർ തമ്മിൽ അർദ്ധരാത്രിയിൽ ടെലിഫോൺ സംഭാഷണം നടത്തുമ്പോൾ ഈ ഡ്രൈവർ എടുത്ത് പറയുന്നില്ലേ? അപ്പോൾ ഇത് ആ പറഞ്ഞ ആരോപണം അപ്പൊ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ, ആരോപണ വിധേയനായ മേയർ ആരോപണം ഉന്നയിക്കുന്ന ഡ്രൈവർ, അയാളുടെ പൂർവ്വകാല ചരിത്രമെന്ത്? അത് നിങ്ങൾ തേടിപ്പോകുന്നവരല്ലേ? അപ്പൊ ആരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ തേടിപ്പോയത്? ആർഷോ ജനിച്ചപ്പോൾ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും പിച്ചത് മുതലുള്ള ചരിത്രം എടുത്തു പോയവരല്ലേ നിങ്ങൾ? എന്തേ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല, യാത്ര ചെയ്തില്ല? എന്തേ പോയില്ല? നാട്ടിൽ മുമ്പ് അന്വേഷിച്ചില്ല? ഒരു ചാനല് ഞാൻ ഓർമ്മിക്കുകയാണ്, അതിപ്പോ ഇന്നത്തെ നേതൃത്വം കൊടുക്കുന്ന ചാനൽ തന്നെയാണ്. പണ്ട് ഈ ഇവിടെ ഈ ശിവശങ്കറിനെതിരെ ആരോപണം വരുന്ന സമയത്ത് അയാൾ അവിടെ പോകാറുണ്ടായിരുന്ന ഒരു ഫ്ളാറ്റിന്റെ സെക്രട്ടറിയുടെ ബൈറ്റ് എടുക്കാൻ പോയ ആൾക്കാരാണ്. ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്നാണ്. അതായത് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലാണ്. എന്താ ഇതൊന്നും പോയി നാട്ടിൽ ചോദിക്കാതെ? ഇന്നലെ മലയാള മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട്. മനോരമ ഒരു വശത്തെ എഡിറ്റോറിയൽ എഴുതി, ഒരു വശത്ത് പ്രസിദ്ധീകരിച്ചു ഇയാൾക്കെതിരായ പൂർവ്വകാല കേസുകൾ. എന്തൊക്കെയാ കേസ്? ഞാൻ മനോരമയിൽ വായിച്ചറിഞ്ഞ ആളാ. എന്തൊക്കെയാ കേസ്? മനോരമ തന്നെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കേസ് എന്താ കേസ്? അപകടകരമാം വിധം വാഹനം ഓടിക്കുന്നത്, അതോടെ നിൽക്കട്ടെ. അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ കാണിച്ചതിന്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൈമിന് അയാൾക്കെതിരെ മുമ്പ് പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കുറിച്ച് ഇത് ആരോപണം ഉന്നയിക്കുമ്പോൾ ആരെയൊക്കെ അറിയില്ലല്ലോ. ഒരു സ്ത്രീ, ഇവിടെ 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ. ഇനി നിങ്ങളുടെ എല്ലാം വീട്ടിൽ അമ്മയും സഹോദരിമാരൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കെല്ലാം അറിയാലോ. അവരങ്ങനെ വാദം ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ പറയോ? അതും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ പറയോ? അപ്പൊ അങ്ങനെ സ്ത്രീകളെ, അപ്പൊ എന്തുകൊണ്ടാ കാര്യം? ഇതേ കാര്യം കോൺഗ്രസിന്റെ ഒരു നേതാവ് ജനപ്രതിനിധിയാണ് ചെയ്തതെങ്കിൽ ഇപ്പോ നമ്മുടെ മനോരമ ചാനലിലൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നാൽ മാൻ ഓഫ് ദി ഇയർ, അങ്ങനെയല്ല അവാർഡിന്റെ പേര്, അവാർഡ് കൊടുത്തനെ. വാർത്തയിലെ വലിയ വിപ്ലവ സിംഹമായി മാറിയനെ. ഇതൊരു ഇടതുപക്ഷമായിപ്പോയല്ലേ? മേയർ ആര്യ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്ത് വന്ന ദിവസം മുതൽ അവരെ പിന്തുടർന്നാക്രമിക്കുകയാണ്. അതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അങ്ങനെ ഒരാളെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ശേഷി ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സംഭവത്തില് ഇത് മാത്രമല്ല, മേയർ ആര്യ മാത്രമല്ല, സൈബർ ലിഞ്ചിങ്ങിന്റെ വിക്ടിംസായി മാറുന്ന എത്രയോ മനുഷ്യർ. അതിൽ മാധ്യമങ്ങളോട് എനിക്ക് വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ സെലക്റ്റീവ് ആകരുത്. നമ്മൾ അച്ചൂമ്മനെതിരെ സൈബർ ആക്രമണം നടന്ന സന്ദർഭത്തിൽ അതിനെ തള്ളിപ്പറയാൻ നല്ല ധീരത കാണിച്ചവരാണ് ഞങ്ങളൊക്കെ. അന്ന് അതില് ഒരാളെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെയോ മറ്റോ ഏതൊരാളെ ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുവന്നപ്പോ അതിന്റെ പിന്നാലെ ക്യാമറയുമായി ഓടിയവരാണ് നിങ്ങളിൽ കൂടുതൽ പേര്, അല്ലെ? ആ മുഖമൊന്ന് പുറത്ത് ലോകത്തെ കാണിക്കും. ആ ജാഗ്രത സെലക്റ്റീവ് ആവരുത് കേട്ടോ. ആ ജാഗ്രത എല്ലാ കാര്യത്തിലും കാണിക്കാൻ നിങ്ങൾ മാന്യത കാണിക്കണം. അതുണ്ടാവുന്നില്ല. പിന്നെ നിങ്ങളങ്ങനെ ആരെങ്കിലും സെലക്റ്റീവായി നിന്നുകൊണ്ട് ഓവർ ടൈം പണിയെടുത്തത് കൊണ്ട് മേയർ ആര്യ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും വനിത അയ്യോ ഈ പണിയെല്ലാം നിർത്തി അങ്ങ് വീട്ടിൽ പോയി നിന്നേക്കും എന്നും ദയവായി തെറ്റിദ്ധരിച്ചേക്കരുത്. അപ്പോ ഇത് കേരളത്തിൽ വളരെ സംഘടിതമായി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു സൈബർ ഗുണ്ടാ സംഘം ഉണ്ടായിരിക്കുന്നു.
ആ സൈബർ ഗുണ്ടാസംഘം ഇപ്പോഴല്ല, ഏറെക്കാലമായി അതിന്റെ പ്രവർത്തന പാതയിലാണ്. അതിനെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം, ഒറ്റപ്പെടുത്താൻ കഴിയണം. അത്തരം പ്രവണതകൾ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിനും കേരളത്തിന്റെ പൊതു സംസ്കാരത്തിനും ചേർന്നതല്ല എന്ന് പറയാനുള്ള മാന്യതയും മര്യാദയും നമ്മൾ ഓരോരുത്തരും കാണിക്കണം. നമുക്ക് എല്ലാവർക്കും അതിൽ ബാധ്യതയുണ്ട്. അതിൽ ഡിവൈഎഫ്ഐ ഇപ്പോ ആര്യയുടെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ പറയുന്നുണ്ട്. ഈ സച്ചിൻ ദേവിന്റെ ഈ പറയുന്ന ഇന്നലെ ഞാൻ ആദ്യം പരാമർശിച്ച ഈ മാധ്യമ വിശാരദനായ മഹാനുഭാവന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ അതും നിയമ നടപടി സ്വീകരിക്കും. ശക്തമായി ഞങ്ങൾ നിയമപരമായാണ് പ്രതിരോധിക്കുന്നത്. എല്ലാ കാര്യത്തിലും, എല്ലാ ഘട്ടത്തിലും അങ്ങനെ ജനാധിപത്യപരമായും നിയമപരമായും ശക്തമായി ഇക്കാര്യങ്ങളിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിൽ നിങ്ങൾ കല്ലെറിയുന്ന ഈ വിക്ടിംസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ, അവർ മാത്രം ഒറ്റയ്ക്കായി പോകും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. സംഘടന ഡിവൈഎഫ്ഐ ഒറ്റക്കെട്ടായി ഈ തെറ്റായ പ്രവണതയ്ക്കെതിരായ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാകും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും പറയാനാണ് നിങ്ങളോട് ഈ വാർത്താ സമ്മേളനം. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുന്ന പിന്നെയല്ലേ പരിശോധിക്കുന്നത്? അതെ, സ്വാഭാവികമായും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബസ് അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്തുകൊണ്ടാണ് 4 ദിവസം വൈകി ആ ഉള്ളിക്കാട് മിസ്സാകുന്നവരെ കാത്തിരിക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് ഇടപെടരുത്. ഈ ചോദ്യം നിങ്ങൾ ഇന്നലെ ചോദിക്കാത്ത അല്ല, പറയട്ടെ. താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തിയെടുക്കുകയാണ്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ അല്ല കേട്ടോ. ഇത്രയും ഗുരുതരമായതൊന്നും താങ്കൾ 3 തവണ ഇത്രയും ഗുരുതരമാണെന്ന് അറിയാല്ലേ ആരോപണം? എന്തേ ആ ഗുരുതരം 3 തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കാത്ത ഗുരുതരമായ ആരോപണമാണെന്ന്? അങ്ങ് പറ്റും, അങ്ങ് ചോദിച്ചല്ലോ. ഒരു മിനിറ്റ് കേൾക്കൂ. പോലീസിനല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. വെയിറ്റ്. ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ്. ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട. ഇതൊരു നിങ്ങൾ കേൾക്ക്. ഒരു ആരോപണം ഇരുന്നു, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ്, താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ്. ഇത് അതീവ ഗുരുതരമാണ്. ആണല്ലേ? ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ? പോലീസിന്റെ പടലേക്ക് ചാരാൻ ഇപ്പൊ ഉന്നയിക്കുന്നല്ലേ? അതെന്ത് സെലക്ടീവ്നെസ് ആണ്? ഒരു ജാലകം തോന്നുന്നില്ല. ഇത് അതീവ ഗുരുതരമാണെന്ന് 3 തവണ എന്നോടിപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല? ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല? എന്തേ പറഞ്ഞില്ല? അതീവ ഗുരുതരമാണല്ലോ. ആദ്യം തന്നെ എന്റെ പ്രശ്നം അല്ല, ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ? എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായ ഉത്തരം പറ. അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന 3 തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം, ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് എന്റെ വാർത്താ സമ്മേളനത്തിന് കാരണം. റിപ്പോർട്ട് ചെയ്തു അല്ലെ? അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞോ? നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞെന്താ? സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി. അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം. അതെ, മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു തർക്കമില്ല. നിങ്ങൾ ഇപ്പോൾ ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ, ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ. എന്റെ ചോദ്യം, ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ? പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനൽ പ്രചരിപ്പിക്കുന്നത്. അതാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു. ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യാണ്. എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ്, ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷെ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല. അവിടെ പറഞ്ഞാൽ മതി. മാധ്യമങ്ങളല്ല. നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം. പോലീസിനോടല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ DCPയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും. ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ? ഡിവൈഎഫ്ഐയുടെ കൺസേൺ, ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ്? അത് വളരെ ക്ലിയർ ആണ്. ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഭാഷയ്ക്ക് ഇരയാകും. അത് അവരതിനെ പ്രതികരിക്കുന്നു. അവർ പ്രതികരിച്ചത് മഹാസംഭവം. അധികാരത്തിന്റെ ധാർത്ത്, അധികാരത്തിന്റെ ഹുങ്ക്. താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ലാതായി മാറി തോന്നുന്നു.
അതിന്റെ യുക്തിയാണ് എന്റെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനം. അതിന് സാധൂകരിക്കുമ്പോൾ പറഞ്ഞതിന് പ്രത്യേകത നന്ദി. ഒരു സ്ത്രീ ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണം അത് ഗുരുതരമല്ലാത്ത അഭിപ്രായമൊന്നും കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകരുമില്ല. പക്ഷെ ആ പരാതി പോലീസിന് മുമ്പിലേക്ക് എത്തുന്നു. തിരുവനന്തപുരത്തിന്റെ മേയർ പരാതി എടുക്കുന്നു. എന്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തു? പോലീസ് വെറുതെ വിടില്ലല്ലോ. വളരെ നിർണായകമായ മെമ്മറി അല്ല, കേൾക്ക്, നിങ്ങൾ അതിന്റെ അന്വേഷണം വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണ്. നിങ്ങൾ ഈ ഒരു ക്രൈമിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട്, ക്രൈമിനെ കുറിച്ച്, ക്രൈമിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കൽ, അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നീടല്ലേ അറിയാൻ പറ്റും. അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റും. അത് വെയിറ്റ് ആൻഡ് സീ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരു സ്ത്രീ, നിങ്ങൾ മേയർ എന്ന് വിടും, ഞാൻ വീണ്ടും പറയുന്നു, മേയർ മാത്രമല്ലല്ലോ, അവിടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ. വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ. ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു. ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൾ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ഭാഗമായ ആളാണ്. നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലെ ആളാണെന്ന് എനിക്കറിയില്ല. അവിടെ തന്നെയുള്ള ഒരു മാധ്യമ പ്രവർത്തക, ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ആവർത്തിച്ച് വായിക്കണം. അത് ഇങ്ങനെയാണ്. ഞാൻ ഇതിലെ എന്റെ മാത്രം അഭിപ്രായമല്ലെന്ന് കണ്ടോ. നാട്ടിലുള്ള ചിന്തിക്കുന്ന, രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും, വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ ഇരുന്ന് പ്രകടിപ്പിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഒരാൾക്ക്, ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ അസ്വസ്ഥനാക്കുന്നതെന്നാണ്. ഏതാണ്ട് ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. നോക്കിയ സമയം കളയുന്നില്ല, എന്റെ ഉണ്ടത്. അത് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ കണയാണ്. അതൊക്കെ കണ്ട് പഠിക്കേട്ടോ. ഈ വാർത്തയുടെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടാതെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംഭവങ്ങൾ എപ്പോഴാണ് പുറത്തു വരുന്നത് അതടക്കം ഈ നിമിഷങ്ങൾ ഇപ്പോൾ ഇവിടെ വാർത്താ സമ്മേളനം അടക്കം ലൈവ് പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അത്രയും പ്രാധാന്യത്തിൽ ഈ വാർത്ത ഹാൻഡിൽ ചെയ്യുന്നത്. അതിനിടയിലാണ് ഇതിനകത്ത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? വാർത്ത എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? എന്താ പ്രാധാന്യം, എന്താ വാർത്ത എലമെന്റ്, എന്താ ന്യൂസ് വാല്യൂ? നിങ്ങൾ കരുതുന്ന പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. വേണ്ട. പക്ഷേ സമൂഹം എന്താണോ പറയുന്നത് അതിന് പുസ്തകം എന്താണോ ആവശ്യം അതടക്കമുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പ്രാഥമികമായിട്ട് ഇത് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരുടെയും ആരോപണത്തിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ഇത് മെമ്മറി കാർഡ്, ഇതിനകത്ത് CCTV ഉണ്ട്, അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ട് എന്ന് വിവരം പുറത്തു വരുമ്പോൾ അതിന്റെ അങ്ങനെ സംവിധാനം ഉണ്ട് എന്ന് അറിയാവുന്ന സാഹചര്യത്തിൽ ഇത് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ചെയ്യാതെ പോലീസ് കാണിച്ചത് വിളിച്ച് ഏറ്റവും കോൺഗ്രസ് ഡിവൈഎഫ്ഐ അടക്കം ആരോപിക്കും അതൊരു പരിശോധിച്ചിട്ട് വീഴ്ച ഉണ്ടായിരുന്നു അപ്പൊ പറയില്ലേ? അതാണ് ഇതിൽ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നും നിങ്ങൾ പറയുമെന്ന് ആപേക്ഷിക ചോദ്യം ഉന്നയിക്കല്ല. നിങ്ങൾ കഴിഞ്ഞോ? ഇനി എനിക്ക് പറയാറ്, അങ്ങ് പറഞ്ഞൊരു കാര്യം, മാധ്യമങ്ങളെല്ലാം വേണ്ടത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇല്ലാന്ന് ആര് പറഞ്ഞു? മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആംഗിൾ എന്താണ്? താങ്കൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ, താങ്കളുടെ സഹോദരി ഇങ്ങനൊരു വ്യക്തിമാണ് എങ്കിൽ താങ്കളുടെ ആംഗിൾ എന്താകുമായിരുന്നു? ഇനി പറ, ഞാൻ വ്യക്തിപരമായി ചോദിച്ചതിന് വിട്ടേക്കും. കേരളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടു. നമ്മൾ എന്താണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത്? ആ നടിയുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ടായി. ആരും ആരോടും അറിയാതെ അത് മൂടിവെക്കാം. അവർക്കിപ്പോഴും അവരുടെ കരിയറിൽ കൂടാം. അവർക്ക് ഒരു തരത്തിലുള്ള കരിയർ ഡാമേജും ഉണ്ടാവില്ല, ഇല്ലേ? എന്നാൽ ആ നടി അത് ധീരതയോടെ വിളിച്ചു പറഞ്ഞു. അവരുടെ മുഖാവരണം പോലും മാറ്റി ഒരു ഘട്ടമെത്തിയപ്പോൾ അവരൊരു ദേശീയ മാധ്യമത്തിന്റെ മുമ്പിലിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവരിപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ? ഹലോ, ആ സംഭവത്തിന് വേറെ ഏതാ ദൃക്സാക്ഷി? നിങ്ങൾ ഈ നടിയുടെ കാര്യത്തിൽ, നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വേറെ ആരാ ദൃക്സാക്ഷി? കേരളം എവിടെ നിന്നു? ഗവൺമെന്റ് ആർക്കൊപ്പം നിന്നു? രാജ്യവും ലോകവും ആർക്കൊപ്പം നിന്നു? ഒരു വ്യക്തി ഒരു പരാതി പറയാം. എന്താ ഇപ്പോഴും അവരുന്നയിക്കുന്ന, ആരും ഉന്നയിക്കുന്ന പരാതിയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ നിങ്ങൾ ഈ പറയുന്ന അതീവ പ്രാധാന്യമുള്ള വാർത്തകളിലെ ആംഗിൾ എന്താണ്? അവരുടെ അധികാര ദുർവിനിയോഗം നടത്തിയതിന് വെളിച്ചത്ത് വന്നപ്പോൾ, വീഡിയോ പുറത്തു വന്നപ്പോൾ, പ്രതിരോധത്തിലായപ്പോൾ പറയുന്നൊരു കള്ളമെന്നാണ്.
അതല്ലേ പറയുന്നേ, കള്ളമെന്നല്ലേ പറയുന്നേ. അതല്ലേ അതിനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇനി അങ്ങനെ ഉന്നയിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനൊരു സാക്ഷി വേണം. ഇല്ല എങ്കിലോ? ഇല്ല എങ്കിൽ ഇവരുടെ പൂർവ്വകാലം ഒന്ന് നോക്കിപ്പോണം. പൂർവ്വകാലം നോക്കിപ്പോണം. എന്താണ് ഈ ആരോപണ വിധേയനായാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ എന്ന് നോർമലി നോക്കിപ്പോണം. എന്താ ഇത് രണ്ടിലും? ഇതേ എന്റെ പ്രശ്നമായിട്ടുള്ളൂ. വാർത്താ പ്രാധാന്യം, നിങ്ങൾ വാർത്താ പ്രാധാന്യം തറയെ വെക്കുന്നില്ല. ഇത് വേറെ എണ്ണം കിട്ടുന്നവരെ നിങ്ങൾ വെക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് വാർത്താ വിഭവങ്ങൾ മാത്രമായിരിക്കും. അതിനപ്പുറത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ വാർത്ത കൊടുക്കും എല്ലാവർക്കും അങ്ങ് പറഞ്ഞല്ലോ. ഈ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധം വാർത്ത കൊടുക്കണ്ട. മൊറാലിറ്റി ഉണ്ട്. മൊറാലിറ്റിയുടെ ഒരു ലേശം എടുത്ത് വെച്ച് കൊടുത്താൽ ഹിയർ ദി അതർ സൈഡ് എന്നുണ്ട്. നിങ്ങൾ എല്ലാ ഭാഗവും നിങ്ങൾ സമഗ്രമായി നിങ്ങൾ വാർത്ത കവർ ചെയ്തു. ഈ സംഭവത്തിൽ എന്ത് ചെയ്തു? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോ മേയർ രാത്രി അവരുടെ സ്വകാര്യ കാര്യത്തിലല്ലേ അവർ പോയത്. നിങ്ങൾ പറയുന്ന ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു പച്ചക്കള്ളം കൂടി ഞാൻ പറയാം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധനുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ. ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങൾ കയറ്റിവിടാനാണ് ആ ബസിന്റെ അധികൃതർ ശ്രമിച്ചത്. പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിട്ടു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ദുരനുഭവം ഉണ്ടായി. നിങ്ങൾ ഒരു കാര്യത്തിൽ നോക്കട്ടെ, മേയർ ആദ്യമായിട്ടല്ലല്ലോ തിരുവനന്തപുരം നഗരത്തിൽ കാറ് സഞ്ചരിക്കുന്നത്. അവർ മേയറായിട്ട് പേരാണ് കുറച്ചാളായല്ലോ. ഇതുവരെ ഒരിടത്തും ഇറങ്ങി അതെല്ലാം ബസിന്റെ മുമ്പേ അവർ സ്വകാര്യ വാഹനത്തിലും അവരുടെ വാഹനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. അവരുടെ അച്ഛനും ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് അവര് ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും തടഞ്ഞു നിർത്തുകയോ കാണിക്കുകയോ ചെയ്തൊരു സംഭവം അവർക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതുപോലെ അർദ്ധരാത്രി കുടുംബസമേതം പോകുമ്പോൾ ഒരു സ്ത്രീ, 2 സ്ത്രീകൾ ഇറങ്ങി ഇങ്ങനെ ചെയ്തെങ്കിൽ അതിന് മതിയായ ഒരു കാരണം വേണമെന്നുള്ളൊരു സാമാന്യ യുക്തിയില്ലെങ്കിൽ നമ്മൾ ആലോചിക്കട്ടെ. ഈ ഡ്രൈവറെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ചുള്ള പൂർവ്വാരോപണങ്ങളുണ്ട്. ഇതിനേക്കാൾ തീക്ഷ്ണമായ കേസും അല്ലെങ്കിൽ ആരോപണങ്ങൾ നേരത്തെ വിധേയനായാണ്. മേയറെ സംബന്ധിച്ച് ഇതുപോലെ വണ്ടി തടഞ്ഞു, ഇതുപോലെ അധികാര ദുർവിനിയോഗം നടത്തി, വഴിയെ പോയ ഏതോ തൊഴിലാളികൾക്ക് നേരെ ഇങ്ങനെ അധികാര പ്രയോഗം നടത്തിയെന്നൊരു ആരോപണം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരെങ്ങനെ സ്ഥിരം അങ്ങനെ ഒരു പ്രകൃതക്കാരിയാണോ? അല്ല എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെയെങ്കിൽ മറുഭാഗത്ത് ആരോപണ വിധേയനായ ആള് നമ്മുടെ അറിയാം, നേരത്തെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയനായ ഒരാൾ, അയാളെ വിശ്വാസം എടുക്കുന്നില്ല. അയാൾ ഈ ഏഷ്യാനെറ്റിലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തക ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ആശങ്കപ്പെടുത്തുന്ന കവറേജാണ് നിങ്ങൾ അയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ വാക്കല്ല, അവരുടെ വാക്ക്. ആശങ്കപ്പെടുന്ന കവറേജ് അതെന്തുകൊണ്ട് കിട്ടുന്നു? എതിർഭാഗത്തൊരു CPM കാര്യമായതുകൊണ്ടാണ്. ഇവിടെ തീർക്കാൻ ഇതായി ഒരു അവസരം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും നേരം കല്ലെറിഞ്ഞല്ലോ. 18 നഗരങ്ങളെയാണ് സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന് വേണ്ടി രാജ്യത്ത് തെരഞ്ഞെടുത്തത്. 18 നഗരങ്ങളെ. സ്മാർട്ട് സിറ്റി പ്രൊജക്ട് 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ 18ൽ ഒരു നഗരത്തിന് മാത്രമേ അർഹതയുള്ളൂ. ആ നഗരത്തിന്റെ പേര് ആര്യ രാജേന്ദ്രൻ മേയറായ തിരുവനന്തപുരം നഗരസഭ എന്നാണ്. ആര്യനെയാണ് ഡൽഹിയിൽ പോയി പ്രസന്റ് ചെയ്തത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനകം കിട്ടിയിട്ടുള്ള അവാർഡുകളും പുരസ്കാരങ്ങളും മാറ്റിവെച്ചേക്കും. നിങ്ങൾ പരിഗണനയ്ക്കെടുക്കണ്ട. നീതി ആയോഗ് നിങ്ങൾ ഈ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭയ്ക്ക് എന്തെല്ലാം പുരസ്കാരമാണ് സുസ്ഥിര വികസനത്തിലെ എന്നാണ് ഓർമ്മ. നീതി ആയോഗിന്റെ അവസാനത്തെ പുരസ്കാരം തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് ലഭിച്ചത്. നിങ്ങളൊരു വശത്ത് കല്ലെറിയുമ്പോ ആ കല്ലെറെല്ലാം അയ്യോ പാവം പോയി ഒരിടത്ത് അങ്ങ് ഇരിക്കുകയല്ല. അവർക്കിതിനെ ഉന്നയിച്ച് ഏതെങ്കിലും ആരോപണത്തിന് ഇതുവരെ ഏതെങ്കിലും ഒരു നിയമസാധുത വന്നിട്ടുണ്ടോ? അപ്പോൾ തുടർച്ചയായി വേറൊരു VK പ്രസാദിനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആദ്യമേയും കല്ലെറിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ തീരെ ശേഷിയില്ലാത്ത കുഞ്ഞു കുട്ടികളാണ് അയ്യോ ഞങ്ങൾ എന്നാരും കരുതിയേക്കരുതേ. അത്രയേ ഉള്ളൂ. സംഭവശേഷം ആദ്യം വിളിച്ച കളകളാണ് കണ്ണൂരിൽ ഇടപെട്ടുകൊണ്ടാണ് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കണ്ടക്ടറുടെ നാട്ടുകാരാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഇൻസ്റ്റൻസ് തന്നെ ബന്ധപ്പെട്ട ഒരാളെ ഞാനെന്ന് പറഞ്ഞതല്ലേ. എന്നെ അർദ്ധരാത്രിയിൽ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി എന്നെ അറിയിക്കുന്നുണ്ട്. അറിയിക്കുന്നത് എങ്ങനെയാ? ഇത് ഇയാളും പോസ്റ്റായി ഇവിടെ നിൽക്കുകയാണല്ലോ. ഈ വണ്ടി പിടിച്ചിട്ടു ഇയാൾക്ക് പോകാൻ പറ്റുന്നില്ല, ഇയാൾക്ക് പുലർച്ചെ യാത്രയുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഈ ഡ്രൈവറെ ആണെങ്കിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോ അതിനുശേഷമാണ് അതെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ സച്ചിന്റെ ഫോണിലേക്ക് വിളിച്ചു. എന്താ സംഭവം? രാത്രി എന്താ ഉണ്ടായത്?
അപ്പോഴാണ് ആര്യയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയും ആര്യ എന്നോട് പറയുകയും ചെയ്യുന്നത്. അങ്ങേറ്റത്തെ മെന്റൽ ട്രോമയിലായിരുന്നു ആ കുട്ടി, അങ്ങേറ്റത്തെ മെന്റൽ ട്രോമ എന്നോട് പറയുന്നുള്ളത്. ഈ സച്ചിൻ ദേവ് ബസ്സിൽ കയറി അവരുടെ ബസ്സിൽ ഇറക്കി വിട്ടു. ബസ് പോകേണ്ട കസ്റ്റഡിയിലാണ്, പോലീസ് കസ്റ്റഡിയിലുണ്ട്. ബസ് കൊണ്ട് ഇറക്കി വിട്ടുകൊണ്ടാണ് ആകുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് പറയുന്നത്. ഓമനക്കുട്ട 100 രൂപ കൈകൂലി വാങ്ങുന്നത് പറയുന്നത് പോലെ ഇതൊക്കെ തെളിവ് വരണേ. ഇതിന് ആദ്യം ആയുസ് ഉണ്ടാവില്ല. CCTV വിഷയം മാത്രമല്ല, ആ സമയത്ത് നടത്തുണ്ടായിരുന്ന ആളുകളുടെ മൊഴിയുണ്ടല്ലോ, അപ്പൊ തന്നെ എടുത്ത മൊഴി. എന്തിനാണ് അങ്ങനെ ഇറക്കി വിടുന്നേ? അങ്ങനെ ഇറക്കി വിടുക അയാൾ. ഇനിപ്പോട്ടെ, ആ യുക്തിസഹമായ ചോദ്യങ്ങൾ വിട്ടേക്ക്. അവിടെ ഉണ്ടായ ആ നിമിഷങ്ങളിൽ തന്നെ എടുത്ത മൊഴികളുണ്ടല്ലോ. അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് അയ്യോ ഇതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും പറയുകൊണ്ട് കാണിക്കുന്നില്ല. ഇതൊക്കെ കാലം തെളിയിക്കും. ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ ആക്രമിക്കുകയാണ്. അയാൾ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അയാൾ ആ വാഹനത്തിനകത്ത് കയറിയിട്ട് പറഞ്ഞു നേരെ ഡിപ്പോയിലേക്ക് പോകും. ഒരു പക്ഷേ ഞാൻ കരുതുന്നത്, അത് ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല, ഈ വാഹനത്തിൽ ഇയാൾ അശ്ലീല ആംഗ്യ ഭാഷ കാണിച്ചതിന് ശേഷം ഓൺ സ്പോട്ടിൽ അതുകൂടി പറയാനുണ്ട്, ഇവര് പോലീസിനെയാണ് അറിയുന്നത്. സ്വാഭാവികമായി ചെയ്യുന്നതാണ്. അവരല്ലാതെ ഡിവൈഎഫ്ഐക്കാർ എല്ലാവരെയും വിളിച്ചു വരുത്തി റോഡിലിറക്കി തടയാണെന്നല്ലോ. നിയമാനുസൃതമായി പോലീസിനെയാണ് അറിയുന്നത്. എന്നിട്ട് ഈ വാഹനത്തെ ഒരു ഫോളോ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു പക്ഷേ ഡിപ്പോയിലേക്കായിരിക്കും പോവുക. ഈ വാഹനം വേഗതയിൽ തന്നെ സഞ്ചരിച്ച് ഇവരുടെ മുമ്പേ പോവാം. പക്ഷെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിലെത്തുമ്പോൾ സിഗ്നലിന് വേണ്ടി ഈ വണ്ടി വെയിറ്റ് ചെയ്യാം, ഈ വാഹനം വെയിറ്റ് ചെയ്യാം. സപ്പോസ് സിഗ്നൽ ഇല്ലായിരുന്നു വിചാരിക്കുക, ഈ വാഹനങ്ങൾ ഡിപ്പോയിലേക്ക് പോകും, ഇവർ പിറകെ ഡിപ്പോയിലേക്ക് പോകും. ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ എന്നെ അവഹേളിച്ച ഒരാള് ആ അവഹേളിച്ച ഒരാളെ ഞാൻ പിന്തുടർന്നു പോകുമ്പോൾ ഇതിനിടയിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നു. പക്ഷെ അയാളെ വഴിയിൽ വെച്ചെനിക്ക് കിട്ടുന്നു. സ്വാഭാവികമായി ഞാനും നിങ്ങളോ എന്ത് ചെയ്യും? അതേ അവർ ചെയ്തു. അവരുടെ ഇറങ്ങി അവർ ഉപദ്രവിച്ചോ? അവർ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ഉപദ്രവിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചു കൂട്ടിയോ? ഇല്ലല്ലോ. അവർ നിയമം കയ്യിലെടുത്തോ? ഒന്നുമില്ല. അവര് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്ന പോലീസ് വരുന്നത് വരെ ഈ ഡ്രൈവറെ ഇവിടെ തടഞ്ഞു വെച്ചു. പോലീസ് വന്നപ്പോൾ പോലീസിന് കൈമാറി. നിങ്ങൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും ചെയ്യത്തില്ലേ? അതേ ചെയ്തുള്ളൂ. ഇതാണ് സംഭവിച്ചത്. അപ്പോ ഇതിനിടയിൽ വാഹനത്തിൽ കയറുന്നു. ഇയാള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇയാള് പറഞ്ഞത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് തരണം, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോകും. ഡ്രൈവർ ആദ്യം പറഞ്ഞൊന്നുമില്ല, CCTV പരിശോധിക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞില്ല. 3 ദിവസത്തിന് ശേഷമാണ് CCTV പരിശോധിക്കണമെന്ന് പറയുന്നത്. ഇന്നലെയാണ് CCTV പരിശോധിക്കണമെന്ന് പോലും ഡ്രൈവർ പറയുന്നത്. അല്ല, ഡ്രൈവർ എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പൊ ഡ്രൈവർ തന്നെ, ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല, അതെന്റെ ഏരിയല്ല, അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ അതിന്റെ ഈ പറയുന്ന നാൾവഴികളിലെ പെരുത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നോട്ടെ, അങ്ങനെ അത് പറഞ്ഞാൽ അതിനോട് കണക്ട് ചെയ്തിരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ ഇത് ഒറ്റ കാര്യമുള്ളൂ. ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ഇടതുപക്ഷത്തു നിന്നും ഉയർന്നു വരുന്ന വനിതകളെയാകട്ടെ ചെറുപ്പക്കാരെയാകട്ടെ അന്നില്ലാതായികളെയാണ്. അത് ഇപ്പൊ പ്രായമൊന്നും ഇല്ലാതായിരിക്കും. എന്ത് അനധികൃതയും നിങ്ങളെ ഒരുപാട് അനുഭവങ്ങളില്ലേ നമ്മുടെ മുമ്പിൽ. അപ്പൊ അതിനൊന്നും വേണ്ടത്ര ആ മാധ്യമ കവറേജ് നിങ്ങൾ കൊടുക്കുന്നില്ല. അത്തരം കാര്യങ്ങളെ കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ മീഡിയ കവറേജ് കൊടുക്കുന്നത് ഈ അച്ചീവ്മെന്റ് വിഷയത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആ സീൻ ഹെൽമറ്റ് വെച്ചിട്ട് അതിലെ പ്രതി കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വന്നപ്പോ ഈ നിൽക്കുന്ന പാവം ക്യാമറ സംഘമെല്ലാം തന്നെ അതിന് പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു അല്ലെ. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തൊണ്ടി സഹിതം പിടിച്ച് റിമാൻഡിലായ ഒരുത്തനെ കൊണ്ടുവന്നു. അവന്റെ ഓമനത്തിന് കോട്ടയം കുഞ്ഞച്ചനെന്നായിരുന്നു. നിങ്ങൾ ആരും അവിടെ കണ്ടില്ലല്ലോ, ഒരാളെ കണ്ടില്ല. ഈ ഓഫീസിൽ നിന്ന് വിളിച്ചെല്ലാവരും അറിയിച്ചു അയാളെ ഇപ്പൊ കൊണ്ടുവരികയാണ്. ഈ ഓഫീസിൽ നിന്ന് എന്ന് വരാതെ ഒരാൾ വന്നില്ലല്ലോ. എന്തിനാ ഇങ്ങനെ സെലക്റ്റീവ് ആവുന്നു? ഇത് ജാലികൾ ഒന്നില്ല ഇതിൽ. അയാളെ എന്നിട്ട് ആദ്യത്തെ ദിവസം അസാധാരണ നമുക്ക് അയാൾക്ക് ജാമ്യം കിട്ടി. അയാളെ എന്നിട്ട് ഇവിടെ തൊട്ടടുത്ത ദിവസം പാലക്കാട് കോടതി കൊണ്ടുപോയി. പാലക്കാട് കോടതി അയാളെ റിമാൻഡ് ചെയ്തു. നിങ്ങൾക്കതിൽ എന്ത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസായി മാറാത്തെ? ഇനി പോട്ടെ, അങ്ങനെ തൊണ്ട് സഹിതം ഡിജിറ്റൽ തെരുവുകൾക്കും പിടിച്ച സോക്കോൾഡ് കോട്ടയം കുഞ്ഞച്ചനെ പിന്നീട് KSU എന്ന സംഘടന, യൂത്ത് കോൺഗ്രസും അതിന്റെ ഉയരങ്ങളിൽ വാഴിച്ചു.
എന്താ നിങ്ങൾക്കത് ഒരു തെറ്റാണെന്ന് പറയാൻ എന്തേ നാവ് ചേരാത്തത്? നിങ്ങളുടെ ഇതിന് കൺമുമ്പിൽ ഇത് കാണാത്ത കാര്യമാണ്. ഒരാളെ മാത്രമാണ്, എന്റെ ജീവിത പങ്കാളിയെ മാത്രമല്ല അയാൾ ആക്രമിച്ച്. അന്തരിച്ചു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ്, ഞാൻ പലരുടെയും, ഒന്നിലധികം പേരുടെ അങ്ങനെ മരിച്ചുപോയ നേതാക്കളുടെ ഭാര്യമാരെ ഒക്കെ ആക്ഷേപിച്ചില്ലേ? എത്ര മോശപ്പെട്ട ആക്ഷേപ വർഷമായിരുന്നു. പോലീസ് കൃത്യമായി പോകുന്നു. സൈബർ കേസിലൊക്കെ പ്രതിയെ പിടിക്കുക എന്ന് പറയുന്ന പാറല പണിയാണ്. കാരണം ഈ തെളിവുകളൊക്കെ കിട്ടി ഈ വേദപ്രഭേദനായിരിക്കല്ലോ ചെയ്യുക. പക്ഷെ അത് നല്ല നിലയിൽ തന്നെ അയാളുടെ തന്നെ ചെയ്തിയിൽ ഒരു ലൂപ്പുകോൾ വെച്ച് പോലീസിന് കിട്ടുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ അതൊരു വാർത്ത, നിങ്ങൾക്കൊരു വാർത്താ മൂല്യമല്ലാതായി മാറിപ്പോയത്. അയാളെ അത്തരം എന്താ പറയാ, ഞാൻ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ എന്നിട്ടുള്ളൂ അയാൾക്ക് നിങ്ങളുടെ ഒരു വാക്ക്. അയാളെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ ഒരു സംഘടന അധികം വൈകാതെ പ്രധാനപ്പെട്ട തലങ്ങളിൽ ചുമതലയേൽപ്പിക്കുന്നു. നിങ്ങൾക്കിതൊരു വാർത്തയല്ല, ഒരു വാർത്തയാണല്ലേ അത്? സ്വന്തം അമ്മയെ പോലും, സ്വന്തം അമ്മയുടെ നഗ്നത പകർത്താൻ പോലും മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, ഒരാൾ, അവരെയൊക്കെ ഇങ്ങനെ സംഘടനയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നു. അയ്യേ ഇത് മോശമാണ് എന്ന് പറയാനൊക്കെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ മൊറാലിറ്റി ഉയരാത്തത്. സൈബർ പോലീസിന്റെ സിറ്റി സൈബർ ടീം വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും ഇതുപോലത്തെയുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇങ്ങനെ മോശം പരാമർശം നടത്തിയവരൊക്കെ തന്നെയാണ് കേസെടുത്തത്. അതിലും എം പി പറഞ്ഞ ഈ മാധ്യമ ചർച്ചയിൽ പങ്കെടുത്ത മോശം സച്ചിൻ ദേവിനെതിരെ പരാമർശം നടത്തിയാൽ അതിലെ കേസെടുത്തില്ല. സച്ചിൻ ദേവ് വ്യക്തിപരമായി പരാതി കൊടുക്കാൻ ഉദ്ദേശിച്ചു. മാധ്യമ സ്ഥാപനത്തിൽ നടത്തിയ ചാനൽ ചർച്ചയിലല്ല അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുള്ള നിലയിൽ ഞാൻ പറഞ്ഞതാണ്. പെട്ടെന്ന് അറിയാം, പിന്നെ വേറെ ആരുമില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞാണ്. അത് പിന്നീടാണ് എന്റെ ശ്രദ്ധയിൽ തന്നെ വരുന്നത്. ഞങ്ങളുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽ വരുമ്പോഴേക്കും പാവം സച്ചിൻ ദേവിന്റെ ശ്രദ്ധയിൽ അതില്ല. പിന്നീടാണ് സച്ചിൻ ദേവിന്റെ ശ്രദ്ധയിൽ, അല്ല പൊതുവിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് വന്നിട്ട് ഞങ്ങളത് പരിശോധിക്കുമ്പോൾ ഇതാണ് അതിന്റെ വേഡിങ്സ്. എന്തും പറയാവുന്നതാണ്. അങ്ങനെയൊക്കെ ആകാൻ പറഞ്ഞോ? അങ്ങനെയുള്ളവരെല്ലാം കൊണ്ടിരുത്തി അതിൽ ഞാൻ ഈ പറയുന്ന പോലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും അതിൽ ഒരു നിലപാട് സ്വീകരിച്ചവരാണ്. ഒരു മാധ്യമ സ്ഥാപനവും അവിടുത്തെ ഒരു അവതാരകനും ഒഴികെ ബാക്കി എല്ലാവരും വളരെ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചവരാണ്. ഇത്തരം സാധനങ്ങളെയൊന്നും ഞങ്ങളുടെ സ്ഥാപനത്തിൽ കേട്ടില്ല എന്ന് പല മാധ്യമങ്ങളും, അതൊക്കെ നിലപാട് തന്നെയാണ്. അതിനകത്ത് ഐക്യദാർഢ്യപ്പെടേണ്ട നിലപാട്. അപ്പോഴും ചിലർക്ക് മഹാനുഭാവനം കൊണ്ടിടക്കട്ടെ. അല്ല, ഇതിലൊന്നും പറഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും പൊളിയില്ലല്ലോ. ഇന്നത്തെ ദിവസത്തിലൊരു സവിശേഷത കൂടി അറിയാം. 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചരിത്ര ഭൂരിപക്ഷം നൽകി ജയിച്ച ദിവസം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ദിവസം. ഈ പറഞ്ഞ മാധ്യമ വിശാരദന്മാരെല്ലാം എന്തെല്ലാം ഓവർടൈം പണിയെടുത്തു, ചാനലുകൾ പണിയെടുത്തു. എന്നിട്ട് കല്ലെറിഞ്ഞിട്ടൊന്നും ഞങ്ങളാരും പതറിപ്പോയില്ലല്ലോ. ഞങ്ങൾക്ക് ജനങ്ങളെ അറിയാം, ജനങ്ങൾക്ക് എവിടെയും അറിയാം. തൊഴിലാളി വിരുദ്ധയാണ് ആര്യ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ. എന്റെ ഫേസ്ബുക്കിലും എന്റെ ഇൻസ്റ്റയിലും പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കേരളീയത്തിന്റെ സമയത്ത് ഇവിടുത്തെ ഈ ശുചീകരണ തൊഴിലാളികളും ഞാനും നമ്മൾ ഒരുമിച്ചിരുന്ന് അവർ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഞാനിരിക്കുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വെന്യൂലിരുന്ന് അവരോട് വരുന്നൊരു സംഭാഷണമുണ്ട്. അത് ഞാനത് എന്റെ ഇൻസ്റ്റയിലും എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതിൽ ഈ മേയറെ കുറിച്ച്, ഈ ആര്യയെ കുറിച്ച് ആ ചേച്ചിമാര് പറയുന്നുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, കേരളീയ നടത്തും അവര് പറയുന്നുണ്ട്. ഒന്ന് കയറി നോക്കിയാൽ മതി. തൊഴിലാളി വിരുദ്ധയാണ് എന്നാണല്ലോ നരേഷൻ ബിൽഡപ്പ് ചെയ്ത് പറയുന്നത്. നിയമപരമായിട്ടും കൂടെ പോകുന്നു പറയുമ്പോൾ ഏതൊക്കെ മാർഗത്തിലാണ് കോടതിയിൽ അല്ല, അത് നിയമപരമായ കാര്യം. ആര്യയുടെ ആരോപണത്തെ സംബന്ധിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കട്ടെ. എന്റെ പ്രശ്നം അതൊന്നുമല്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം അത് ഓൺ മെറിറ്റിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അയാളെ അതിന്മേൽ ജാമ്യത്തിൽ വിട്ടു, അയാൾ അന്വേഷണത്തിൽ നടക്കുന്നു ഒക്കെ നടക്കുന്നു. ഇത് പറഞ്ഞാല് അയാളെ ജാമ്യമില്ലാത്ത വ്യവസ്ഥയിൽ അധിക വകുപ്പുകൾ ചുമത്തി ജയിലിലിടാൻ വേണ്ടി ഈ ആദ്യം പറഞ്ഞ ഞാനോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മേയറോ ഒന്നും അവരുടെ അധികാരം പ്രയോഗിച്ചില്ലല്ലോ. അതുകൂടി കാണണം. നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അവരുടെ പരാതി പ്രകാരമുള്ള സാധാരണ വകുപ്പ് മാത്രമാണ് എടുത്തത്. അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ പറയുന്ന പോയിന്റ് ശൈലജ ടീച്ചർ മുതൽ ആര്യ രാജേന്ദ്രൻ വരെയുള്ളവർക്കെതിരെ നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ പറഞ്ഞല്ലോ, തുടർച്ചയായി ഇടതുപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു.
അതിന് ചെലവും കൊടുത്ത് ഒരു ക്രിമിനൽ ഡിജിറ്റൽ സംഘത്തെ, ഓൺലൈൻ സംഘത്തെ തന്നെ, അതിൽ ഓൺലൈൻ ചാനലുകളുണ്ട്, അതിൽ വിലക്കെടുത്ത് ചില ഓൺലൈൻ ചാനലുകളുണ്ട്, അല്ലാതെ ഇവരുടെ തന്നെ കൂലി കക്ഷികളുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഒരേ സ്വഭാവമുള്ള കമന്റുകൾ വിവിധ ചാനലുകളിൽ വരുന്നത് കാണാൻ കഴിയും. ഏത് ചെറിയ വിഷയങ്ങൾ ഒരേ സ്വഭാവമുള്ള അതൊക്കെ ഉണ്ടാകുന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്ന് ചെലവും കൊടുത്ത് നിർമ്മിച്ചെടുത്ത് വിടുന്നതാണ്. അതിന്റെ മുന്നിൽ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ രാഷ്ട്രീയമായും ജനാധിപത്യപരമായും നിയമപരമായും ഡിവൈഎഫ്ഐ ഒറ്റക്കെട്ടായി നേരിടും. അതാണ് ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത്. ഇന്നിപ്പോ ഞാനും പറയുന്നത്. താങ്കളാണ് ഡ്രൈവറോട് വിളിച്ച് മാപ്പ് അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് കണ്ടക്ടർ പറഞ്ഞതായി ഇൻസിഡന്റ് പറഞ്ഞു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ ഇല്ലല്ല, ഞാനെന്തിനാ മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നത്? ഇയാള് ഈ കണ്ടക്ടറിനെ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കണ്ടക്ടറിനെ വിളിക്കുമ്പോ ഈ വിഷയത്തിൽ ഇവരുടെ മെന്റൽ ടോം മനസ്സിലായി. അപ്പൊ ഞാൻ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാതെയാണ് ഇയാളെന്നെ പറയാം. അർദ്ധരാത്രി ഒരാൾ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ വിളിച്ച് ഈ കാര്യം അവരോട് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലായത്. അപ്പൊ ആര്യപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാനത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും, ഞാനത് വിടില്ല, ഞാനതിൽ വിക്ടിമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിന്നാൽ മതി. ഈ കണ്ടക്ടറിനോട് നമ്പർ ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്ന വിരോധമുണ്ട്, ഒരു കുഴപ്പമില്ല, കൊടുത്തോളൂ. ഇതാണ് സംഭവിച്ചത്. പിന്നെ അതിനുശേഷം ഒരു ഘട്ടത്തിൽ പോലും അന്ന് രാത്രിയിൽ നമ്മൾ തമ്മിൽ പിന്നൊരു എന്താ ഉണ്ടായതെന്ന് ഫർദർ അന്വേഷിക്കാനും പോയില്ല. കാരണം ഞാൻ ഈ കണ്ടക്ടറെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു, അല്ല നീ പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെയല്ലല്ലോ, ഇതിന് വലിയ ഗൗരവമുള്ള വിഷയമാണല്ലോ. മാത്രമല്ല അവനോട് ഞാൻ ചോദിച്ചൊരു കാര്യം ഇതാണ്, നിന്റെ ഈ ചോദിച്ച കാര്യം തന്നെയാണ് ഇദ്ദേഹത്തോട് ഞാനിപ്പോൾ ചോദിച്ചില്ലേ, ഇതേ കാര്യം ഞാൻ അന്ന് രാത്രി ഡ്രൈവറോട് ചോദിച്ചു, കണ്ടക്ടറോട് ചോദിച്ചു. നീയും നിന്റെ വൈഫും പുറത്തു പോകുമ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ നിന്റെ നിലപാട് എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ട് പറഞ്ഞല്ല, അത് ശരിയാണ്. കാരണം ആ ശരി അവിടെ നിന്നായി ചെയ്യുന്നത്, അവൾ ശക്തമായി നിൽക്കുമെന്ന് പറയുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എനിക്കതിനകത്ത് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്, ഞാൻ ഇടപെടില്ല. എന്തിന്? അന്ന് രാത്രി ആരെയും വിളിച്ചില്ല. അന്ന് രാത്രി പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ സംസാരിക്കേണ്ട കാര്യം. കണ്ടക്ടറോട് സംസാരിക്കുമ്പോൾ കണ്ടക്ടർക്ക് അറിയാലോ നടന്ന കാര്യം എന്താണെന്ന്. അദ്ദേഹം പറയുന്നതാണ് കണ്ടക്ടർ ആരുടെ ഭാഗത്താണ്, ഈ ഡ്രൈവർ യദുവിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. കണ്ടക്ടറെ സംബന്ധിച്ച് അയാൾ ഉദ്യോഗസ്ഥൻ ഒരു വ്യക്തിയാണല്ലോ. അയാൾ ആ സമയങ്ങളിൽ തന്നെ അയാളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് അയാൾ കൊടുക്കേണ്ട സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. അതവർ കൊടുത്തോട്ടെ, ഇനിയും അയാള് നിയമപരമായി നൽകട്ടെ. അയാളെ കോട്ട് ചെയ്ത് ഞാനിവിടെ വന്നിരുന്നിട്ട് പറയേണ്ട കാര്യം എന്താ? എന്റെ ആവശ്യമില്ല. അയാൾ നിങ്ങളുടെ പ്രശ്നം അതൊന്നുമല്ലല്ലോ. നിങ്ങളുടെ പ്രശ്നം അയ്യോ കിട്ടിപ്പോയി മേയറെ എന്നാ പിന്നെ തേച്ചൊട്ടിക്കാൻ പറ്റിയൊരു അവസരം കിട്ടി എന്ന നിലയിലല്ലേ പെരുമാറുന്നേ. അല്ല അതിന്റെ ശരി തെറ്റൊന്നുമല്ലല്ലോ. ഇതൊന്നും ചോദിക്കണ്ടല്ലോ. നിങ്ങൾ പോയിട്ട് ഈ ശിവശങ്കരൻ താമസിച്ച ഫ്ളാറ്റിന്റെ ചുറ്റിലുള്ള ആളുകളെ മുഴുവൻ പേരെ കൊണ്ട് ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയി ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ലോകത്തെ കാണിച്ചവരല്ലേ. എന്താ ഇയാളുടെ വീട്ടിനടുത്തൊന്നും പോയി മൈക്ക് വെച്ചില്ല? അതേ ഞാൻ ചോദിച്ചോളൂ. ഇതില് വേറെ പലരും വ്യക്തിമുണ്ടല്ലോ, അവരെയൊക്കെ തേടി എന്തേ പോയില്ല? അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്തേ സെലക്റ്റീവ് ആവും? അതാ എന്റെ ചോദ്യം. ഒരു കാര്യം, ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സൈബർ ബന്ധപ്പെട്ടുള്ള ആക്രമണം ഒരാൾക്കെതിരെയല്ല, വലിയ വ്യാപകമായി ഒരാൾ അന്ന് വരെ ഒരു ആക്ടീവ് പ്രവർത്തകനോ സമയ പ്രവർത്തകനോ ഒരു വാക്കിന്റെ ഒരു പിഴ മതി ഒരു ദിവസമായ പ്രസ്ഥാനത്താൽ വലിയ തരത്തിലുള്ള ആക്രമണം നടക്കും. യുഎഫ്ഐ ഈ തൊഴിലാളിക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, രവിക്കെതിരെ, ശ്രീധരത്തിനെതിരെ ഒക്കെ തന്നെ വലിയ പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ്. ഇത് ഈ പുതിയ കാലത്ത് വലിയൊരു പ്രശ്നമാണ്. അത് നമുക്ക് ഇത് നേരിട്ടേ പറ്റും. അങ്ങനെ എന്തെങ്കിലും ബോധവൽക്കരണ പരിപാടികൾ, എന്തെങ്കിലും സമര പരിപാടികൾ, എന്തെങ്കിലും തരത്തിൽ ഈ ക്യാമ്പയിൻ പരിപാടികൾ ഇവയൊക്കെ ഭാവിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്നു. ഇത് മലീവസമാകുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഈ പുതിയ കാലത്തെങ്കിലും നമ്മുടെ യുവതയെ, പുതിയ തലമുറയെങ്കിലും മാറ്റിയെടുക്കുക. ഒരാഴ്ചകൾക്ക് എന്താണ് ഇവയൊക്കെ ഇനി മുന്നോട്ട് വയ്ക്കാൻ? അല്ല, അതിനകത്ത് ഈ നിങ്ങൾ പറയുന്ന മാക്കുകളുടെയും കാര്യം മാത്രമല്ല, അതൊക്കെ ചിലപ്പോൾ തോട് വിളയാൻ പറ്റും. അതല്ല, ഇത് അങ്ങേയറ്റം ഹീനമായ കുറ്റകൃത്യം നടന്നു. അപ്പോൾ ഞങ്ങളെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ കോട്ടയിൽ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന കാര്യം ഞാൻ എന്റെ അനുഭവം പറയാനാണല്ലോ എളുപ്പം. അത് എന്റെ കുഞ്ഞ് അന്ന് സ്കൂളിൽ പോയിട്ട്, അവന് ഇപ്പോ 4ാം ക്ലാസ്സിലാണ്. ഈ വിഷയത്തിൽ അവൻ അനുഭവിച്ച മെന്റൽ ട്രോമ ഇത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും അനുഭവിക്കുന്നതാണല്ലോ. എന്തായിരുന്നു അവരെന്തെങ്കിലും അവർ പൊതുരംഗത്ത് അല്ലെങ്കിൽ ഇവരാരെങ്കിലും നാക്കുപിഴയുടെ പ്രശ്നമല്ലല്ലോ. ഇടതുപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകൾ, നിലപാട് പറയുന്നവർ സോഷ്യൽ മീഡിയ, അവരെ കടന്നാക്രമിക്കുകയാണ്. അത് വളരെ എന്ത് വിവരക്കേടും പറയും. ഇപ്പൊ ശൈല ടീച്ചർക്കെതിരെ മോർഫിംഗ് ഉൾപ്പെടെ നടത്തിയില്ലേ?
കുറച്ച് മുമ്പോട്ട് പോകും. നമ്മുടെ ഈ തൃക്കാക്കരയിൽ മത്സരിച്ച ജോ ജോസഫിനെതിരെ എത്ര നികൃഷ്ടമായിട്ടായിരുന്നു അന്ന് ചെയ്തത്. ഇത് പലപ്പോഴും ഇതിന്റെ ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് നേരിടുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. ഇതിന്റെ ആഘാതം മാത്രമല്ല, ഇത് തേടിപ്പോയാൽ ഇത് പലപ്പോഴും വളരെ ബുദ്ധിപൂർവ്വം ഒരു ചെയ്തതിന്റെ ഭാഗമായി നമ്മുടെ ഇപ്പോഴുള്ള ഒരുപാട് പരിമിതിയുണ്ട്. ഇപ്പോൾ ഈ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇതൊന്നും കൃത്യമായ വിവരങ്ങൾ കൈമാറില്ല. ചിലയിടത്ത് നിന്ന് അന്വേഷണം നിന്നുപോകും. അപ്പൊ തങ്ങളൊരിക്കലും പിടിക്കപ്പെടില്ല എന്ന ഞാൻ താങ്കൾ ചോദിച്ചതിലേക്കാണ് വരുന്നത്. ഇത് സംബന്ധിച്ച് ക്യാമ്പയിൻ മാത്രമല്ല, നിയമപരമായ പരിഷ്കാരങ്ങൾ ഉണ്ടാകണം. നിയമപരമായ പരിഷ്കാരം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വിലങ്ങുതടിയുമാകാൻ പാടില്ല. ഇതൊരു ഡബിൾ എഡ്ജാണ്. ഇത്തരം മാധ്യമങ്ങളെയും ഇത്തരം സംസ്കാരത്തെയും നേരിടണമെന്ന നിലയിൽ ഒരു ഗവൺമെന്റോ ഓർഗനൈസേഷൻ എന്നുള്ള ഡിവൈഎഫ്ഐയോ ഒരു കർശനമായ ഒരു നീക്കം നടത്തുന്നതിരിക്കട്ടെ, നിയമപരമായും അല്ലാതെ അതിനൊരു മറുതലമുണ്ടാകും. അതിന്റെ മറവിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളെയും ക്രിയേറ്റീവായ അഭിപ്രായങ്ങളെയും ഒരുപക്ഷെ പിടിക്കാനും അത് ദുരുപയോഗം ചെയ്തിരിക്കാം. അപ്പൊ ഇത് ഡബിൾ എഡ്ജ്, ഇതാണ് ഇവിടുത്തെ വരുന്ന ഒരു പ്രശ്നം. ഇതിന്റെ ആദ്യം എവിടെയെന്നുള്ളതാണ്. അവിടെ താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഈ ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഇതിന്റെ അവബോധം നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ അവബോധ നിർമ്മിതിക്ക് മാധ്യമങ്ങൾക്കൊരു വലിയ റോളുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ ലഹരിക്കെതിരായ അവബോധ നിർമ്മിതിയിൽ ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് റോളുണ്ട്, ഞങ്ങൾക്ക് റോളുണ്ട്, ഗവൺമെന്റ് റോളുണ്ട്, അല്ലേ? ഇതിലും നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു സോഷ്യൽ ലെവലാണ്. ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ നമ്മൾ കൂട്ടായി നിൽക്കണം. അത് നിങ്ങൾ സെലക്റ്റീവ് ആകരുത്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ യുക്തി. ഇടതുപക്ഷത്തെ മാത്രം പഞ്ചായത്തിൽ നടക്കുന്ന ഒന്ന് മാത്രമല്ല താങ്കൾ ശ്രദ്ധപ്പെടുത്തുന്നത് എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇപ്പം വനിതാ മാധ്യമ പ്രവർത്തനത്തില്ലേ, അത് റിപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്മൃതി പട്ടിക്കാട്, ഷാനി പ്രഭാകരൻ, സുജിയ പാർവതി തുടങ്ങിയ ലീഡ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഇത്തരം ഇടതുപക്ഷ അനുഭവമുള്ള പേജുകളിലും അല്ലെങ്കിൽ ഇത്തരം ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാരിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ നേരിടുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളും തീരുമാനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ പറയാം. ഇവിടെ ഞാൻ പേരെടുത്ത് വീണ്ടും പറയാണ്. ഞങ്ങളുടെ കൂട്ടർ എന്ന് പറയുന്നത് പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈലിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ഈ ഓഫീസിൽ ഞങ്ങൾ തള്ളിപ്പറയുന്നത് ഡിവൈഎഫ്ഐ ആരും ഞങ്ങളത് തള്ളിപ്പറയാൻ തയ്യാറാകുന്നു. അത്തരം കാര്യം ഇവര് സ്ഥാനങ്ങൾ കൊടുത്ത് ആരാധിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ എന്റേത് മാത്രമല്ലല്ലോ. ശ്രീ എം ഹസൻ, അദ്ദേഹത്തിനെതിരെ ഈ ചെല്ലും ചെലവും കൊടുക്കുന്ന ഇതേ സംഘം പാലക്കാട് കേന്ദ്രീകരിച്ച ഒരു സംഘമാണ്. ആ സംഘത്തിന്റെ ക്യാമ്പയിനായിരുന്നു OMKV ഹസൻ എന്നായിരുന്നു ഹാഷ്ടാഗ്. ഹസൻ ഇരയല്ലേ? സച്ചിൻ ദേവിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഇരയല്ലേ? കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞില്ലേ ഈ സൈബർ ഇടത്തിൽ ഞാൻ വേട്ടയാടപ്പെടുകയാണ്? ഈ കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചറുടെ സംഭവം ഉണ്ടായതിനു ശേഷം ശ്രീ എം ഹസന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഞങ്ങളൊന്നും വളർന്നു വന്ന വഴികളിലൂടെയല്ല ഇപ്പോഴുള്ള ചിലർ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഞാനീ പറഞ്ഞ തന്നെയല്ലേ? അപ്പൊ ഇത് എല്ലാ തലത്തിലേക്ക് പോകുന്നു. ഇതിനെ ഒരുമിച്ച് തള്ളിപ്പറയണം. ഞാൻ വളരെ ആധികാരികമായി പറയുന്നു, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ, ഞാൻ ഇടതുപക്ഷം എന്ന് പറയുന്നത് കുറെ കൂടി വിശാലമായ പ്ലാറ്റ്ഫോമാണ്. ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞു നിൽക്കുന്ന മേൽവിലാസമുള്ള ഒരാളെയും ഒരു തരത്തിലുള്ള മോശപ്പെട്ട പദപ്രയോഗങ്ങൾക്കും, അത് സ്ത്രീക്കെതിരാകട്ടെ പുരുഷനെതിരാകട്ടെ, അതൊരു അല്ലാതെ ഒരു ജെൻഡറിനെതിരെയാകട്ടെ, ഒരാൾക്കെതിരെയും ഉന്നയിക്കാൻ ഞങ്ങളാരും ചെലവ് കൊടുത്തിട്ടില്ല. ഞങ്ങളാരും അത് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ആളുകൾ ഞങ്ങളുടെ മുഖം മൂടിയിട്ട് ഈ പണി ചെയ്യുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെ അതാത് ഘട്ടങ്ങളിൽ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അതിനിയും ഞങ്ങളത് കാണിക്കും. അതുപോലെ എല്ലാവരും കാണിക്കണം. ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ മുഖമില്ലാത്തവരോ ഇല്ലെങ്കിൽ അപ്രധാനപ്പെട്ടവരാണല്ലോ ആക്രമണം നടത്തുക. KR മീരയ്ക്കെതിരെ ആക്രമണം നടത്തിയാല വിധിപുത്രമാണ് ഉപയോഗിച്ച വാക്കുകൾ എനിക്ക് വേദി പറയാൻ പറ്റും. അന്തരിച്ചുപോയി AKGയെ ചേർത്ത് പറഞ്ഞതാണ്. മുഖമില്ലാത്ത ഒരാളാണ്, ഇല്ലെങ്കിൽ സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്ത വേറൊരാളാണ്. അപ്രധാനപ്പെട്ട സോക്കോൾഡ് അപ്രധാനപ്പെട്ട ഒരാളാണ്. അല്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ. ആ ഉത്തരവാദിത്തപ്പെട്ടവർക്കെല്ലാം അവരുടെ KPCC ഉയർന്ന പദവികൾ കൊടുത്തില്ലേ? ഞാൻ ഏറ്റവും താഴെ കോട്ടയം കുഞ്ഞച്ചൻ, ഇതെല്ലാം കണ്ടു വളരുന്ന, ഇവരുടെ കീഴിൽ ഫീഡ് ചെയ്യപ്പെട്ട് വളരുന്ന ഈ ചെല്ലും ചെലവും വാങ്ങി ജീവിക്കുന്ന പ്രഭാവമാണല്ലോ ഈ കോട്ടയം കുഞ്ഞച്ചൻ. അതിനുണ്ടായ അനുഭവം ഇത് നമ്മൾ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നിയമപരമായി ഒറ്റപ്പെടുത്തണം, അവബോധം നിർമ്മിക്കണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് റോളുണ്ട്. ആ റോളും നിർവഹിക്കണം. അങ്ങനെ കൂട്ടായി നമ്മൾ നീങ്ങിയാൽ
ഇതൊരു സോഷ്യൽ ഇവളാണ്. അതിനെ നമുക്ക് പലപ്പോഴായി പ്രതിരോധിക്കാൻ പറ്റും. അത് നീഡ് ഓഫ് ദി അവർ ആണ്, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിന് എല്ലാവരും ദയവായി തയ്യാറാകണം. അതിൽ പൊളിറ്റിക്കൽ സെലക്റ്റീവ് കാണിക്കരുത്.